ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കണ്ടിട്ട് കുറച്ചധികം ദിവസമായി. സോ ഐ തിങ്ക് ലാസ്റ്റ് ഞാൻ ചെയ്ത വീഡിയോ വാസ് മസ്തിഷ്ക മരണത്തിൻ്റെ ഐ തിങ്ക് ഇറ്റ് വാസ് ടീസർ റിയാക്ഷൻ. അത് കഴിഞ്ഞ് ഇപ്പോൾ മസ്തിഷ്ക മരണം മൂവിയും റിലീസായി ആൻഡ് ഐ ഹോപ്പ് എല്ലാവരും ആ പടം പോയി കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആഫ്റ്റർ ഒരു 1 month ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 2026 ഒത്തിരി അധികം മൂവീസ് തിയേറ്റേഴ്സ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ ഒരു മൂവിയായ അത് നമ്മളൊരു മലയാളം മൂവിയാണ് നോക്കുന്നതെന്ന്. സോ ആട് 3ൻ്റെ ട്രെയിലർ റിയാക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ again ഷാജി പാപ്പൻ ആൻഡ് ദ ടീം ഇസ് കമ്മിങ് ബാക്ക്. സോ നമ്മുടെ ആടിൻ്റെ ഫസ്റ്റ് 2 പാർട്സ് പോലെ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് എൻ്റർടൈനറാണ്. വലിയ ത്രില്ലിംഗ് എലമെൻറ്റ്സ് ഒന്നും അല്ലെങ്കിൽ കൂടുതൽ ലോജിക്കും ബുദ്ധിയും കൊണ്ട് തിയേറ്ററിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പോയി ഇരിക്കുക, കാണുക, എൻജോയ് ചെയ്യുക, കോമഡികൾക്ക് ചിരിക്കുക, തിരിച്ചു വരിക. അതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു മൂവി അതിൻ്റെ എല്ലാ പാർട്ടും ആടും ദ ഒറിജിനൽ വൺ ആൻഡ് ദ സെക്കൻഡ് പാർട്ട് വാസ് ഓൾസോ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബിഫോർ വി ഗോ ഇൻ ടു ദ ട്രെയിലർ നമുക്ക് കാസ്റ്റ് ഒന്ന് നോക്കാം. സോ ഡയറക്ടർ ആൻഡ് ദ ക്രിയേറ്റീവ് ടീം സെയിം ആണ്. മിഥുൻ മാനുവൽ തോമസിൻ്റെ ഡയറക്ഷനിൽ ഇറങ്ങിയ പടമാണ് ആട് 2 സെയിം ഇതും. പിന്നെ നമ്മുടെ ഒറിജിനൽ കാസ്റ്റിൽ ജയസൂര്യ ആസ് ഷാജി പാപ്പൻ ആൻഡ് വിനായകൻ, സൈജു കുറുപ്പ്, ധർമ്മജൻ ബോൾഗാട്ടി, വിജയ് ബാബു, ഇന്ദ്രൻസ്, സണ്ണി വെയിൻ, അജു വർഗീസ്, ഭഗത് മാനുവൽ ഇവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇതിൽ എല്ലാവരും തന്നെ ഇത്തവണയും ഉണ്ട് തോന്നുന്നു. ഐ തിങ്ക് ആ ഒരു ഗ്യാങ് ആണ് ആ ഒരു പവർ അല്ലേ. സോ ഈ മൂവി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ലോജിക്കൽ റീസണിങ്ങോ അങ്ങനെയൊന്നുമില്ല. ഈ കുറേ ആൾക്കാർ ഒരു ഇങ്ങനെ ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന തമാശകളും അങ്ങനെ ഉണ്ടാകുന്ന കുറേ ഇൻസിഡൻസും പിന്നെ അവരുടെ ആ ഒരു എന്താ പറയുക തഗ് ഡയലോഗുകളും സംസാര രീതിയും അതൊക്കെ തന്നെയാണ് ഈ മൂവിനെ എൻ്റർടൈനിങ് ആക്കുന്നത്. ആൻഡ് ദ ഷാജി പാപ്പൻ സ്വാഗ്. അപ്പോൾ ഇനി അധികം സംസാരിച്ച സമയം കളയുന്നില്ല. ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. ഓക്കെ. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാർന്നവന്മാരൻ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. My words. This bridge is going to change our fortunes. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കും. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പെയ്ത് കൊല്ലാം. മതിയോ? അത് മതി. ഇനി ഇത് പിടി. പാലം പൊളിച്ചിട്ടാണോടാ നീ കാശുകാരനാകുന്നത്? പാഷാൻ ആളുകളെ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചിഗുലേരെ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവ് വെച്ചോണ്ട തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ 2 അടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കണം. വേണ്ടി കൊടുത്തിട്ടില്ല. മനസ്സിലായോ സാറേ? ഗ്രാമവാസി ആ സൈറൺ ഉണ്ടോ? എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. No sentiment, no compromise.
3 one last ride. Okay. അപ്പോൾ എനിക്ക് മറ്റതിൽ നിന്നും ആട് ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ആ ഒരു നാടൻ വൈബ് വിട്ടിട്ട് കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ച് ആ ഒരു 2 കാലഘട്ടം കാണിക്കുന്നതിലൊക്കെ ഐ തിങ്ക് കുറച്ച് കാശ് എറിഞ്ഞ് കളിച്ചിട്ടുള്ള പോലെ. ഐ മീൻ ലിറ്റിൽ മോർ കുറച്ചുകൂടെ ബഡ്ജറ്റ് അവർ കൂട്ടിയിട്ടുണ്ടാവും, ഐ ഫീൽ സോ. കാരണം വിഷ്വൽസ് ഒക്കെ ഇപ്പം നോക്കുകയാണെങ്കിലും കുറച്ചുകൂടെ ഐ തിങ്ക് കൊള്ളാം അല്ലേ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ കമൻസ് ഒന്ന് വായിച്ചു നോക്കാം. കമൻറ്റ് സെക്ഷൻ. ഓക്കെ, പൂരം കൊടിയേറി മക്കളെ, ഏത് ടോക്സിക് വന്നാലും ദുരന്തർ വന്നാലും കേരളത്തിൽ പാപ്പൻ കപ്പ് തൂക്കിയിരിക്കും. ദാറ്റ്സ് കറക്റ്റ് അല്ലേ. എല്ലാ ഇതും ഒരുമിച്ച് ഇറങ്ങുന്നു. ഓക്കെ, അതൊരു വലിയ പ്രശ്നമാണ്. എന്നാലും കുഴപ്പമില്ല. ഇക്കൊല്ലം ഇറങ്ങിയതിൽ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ട്രെയിലർ ഡാഡീസ് ഹോം കം ടു ഡാഡി. ശരിയാ, ഡാഡീസ് ഹോം ടോക്സിക്കിൽ ഇവിടെ ഇറ്റ് ഇസ് കം ടു ഡാഡി. ജയസൂര്യ ബോൺ ഫോർ ദിസ് ക്യാരക്ടർ. Epic jailer reference. Trailer peaked from this moment. ബാക്കിൽ ടോക്സിക്കും മുമ്പിൽ ദുരന്തറും കം ടു ഡാഡി. ഓക്കെ ഓക്കെ അപ്പോൾ എനിക്ക് തോന്നിയത് മൂവി ഇസ് മോർ ഓർ ലെസ് ആ സെയിം സ്പിരിറ്റ് ഉണ്ട്. ആടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും ആ ഒരു സ്പിരിറ്റ് ഉണ്ട്. എനിക്ക് ഈ മൂവി ഇതിനകത്തൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിനകത്തൊരു ആ ഡ്രാമയ്ക്കകത്ത് കുറച്ചൊരു സ്ലോ പേസ്ഡ് ഒരു സംഭവമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിതിൻ്റെ നേരത്തെ ഉള്ള പാട്ടിലെ ഒരു ക്ലിപ്പിംഗ് പ്ലേ ചെയ്യാം. ആട് വന്നു പോലെ ഷാജിയേട്ടനൊരുമ്മ കൊടുത്തു കാമുകിയെ പോലെ. കാമുകിയൊക്കെ കൊള്ളാം. ആ കാമുകി അങ്ങനെ എന്റെ വണ്ടി വൃത്തിയാളെ കഴിഞ്ഞാൽ എല്ലാം എന്റെ മേടിക്കുവേ. ഷാജിയേട്ട് അയ്യേ പിങ്ങി കാട്ടിട്ട് അപ്പഴാ വണ്ടി വൃത്തിയാളാക്കുന്നു. അവന്റെ അമ്മായി അപ്പന്റെ ഒരു പിങ്ങി എടുത്ത് ദൂരെ ആടാവുമ്പോ കാട്ടിടൂലേ, അതൊന്ന് കഴിക്കാൻ പോലെ. അതിനിത്ര അലർന്നെന്തിനാ? അല്ലല്ലോ ഈ പാട്ട വണ്ടി ഇച്ചിരി മൂത്രം എഴുതിയത് എന്നാ അല്ലേ? പാട്ട വണ്ടി നിന്റെ അപ്പന്റെ മാറി എന്നാ നോക്കി പഠിപ്പിക്കുന്നത്. ചേട്ടാ, ഈ രജനീകാന്ത് പോലും പുറകോട്ട് നോക്കിയിരുന്ന് വണ്ടി കൊടുക്കൂല, പിന്നെ ആ ഷാജി എല്ലാം പോട്ടെ. ഈ സച്ചിൻ വിരമിക്കണ നിങ്ങൾ എന്നോട് പറയാൻ ഞാൻ അങ്ങനെ പറയും. ഇനി മുമ്പേ ടെസ്റ്റ് തുടങ്ങുമ്പോ എനിക്ക് എത്താൻ പറ്റുന്നുള്ളത് എന്ത് കഷ്ടം നോക്കണേ. ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ, ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വൈബ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഐ തിങ്ക് ഇതേ സെയിം സ്പിരിറ്റ് എനിക്ക് നമ്മുടെ പുതിയ ട്രെയിലറിലും തോന്നുന്നുണ്ട്. പിന്നെ അതിനകത്ത് എനിക്കൊന്നൊരു പഴയ കാലവും പുതിയ കാലവും നടുക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് എന്തോ ഇമ്പോർട്ടൻറ്റ് ഇത് പ്ലേ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതേ കോമഡി തന്നെ നമ്മൾ അതിനകത്തും എക്സ്പെക്ട് ചെയ്ത് പോകാം. പിന്നെ ഇത് ലൈക്ക് ഒബ്വിയസ്ലി ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക, ഇപ്പോൾ ഷാജി പാപ്പൻ ആൻഡ് ഈ ഒരു പാട്ടവണ്ടിയും ഈ ഒരു ഗ്യാങ്ങും ഇത് എന്താ പറയുക, ഇപ്പോൾ ഇതൊരു ചിരിക്കാനുള്ള ഒരു എന്താ മൂവിയാണ്, പടമാണ്. ഇപ്പം ഇതിനകത്ത് തന്നെ ഈ ഒരു കുഞ്ഞു സീനിൽ തന്നെ എത്ര മൊമെൻറ്റ്സ്. അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു വർത്തമാനത്തിൻ്റെ ശൈലിയും അല്ലേ, എല്ലാം അതാണ് ഈ പടത്തിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. സോ നമുക്ക് ഷാജി പാപ്പനെ വെയിറ്റ് ചെയ്തിരിക്കാം. അധികം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. March 19th ഇറ്റ് ഇസ് ഹിറ്റിംഗ് തിയേറ്റേഴ്സ് ആൻഡ് എല്ലാവരും പോയി കാണുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.